ഹലോ. നമ്മൾ നേരത്തെ കണ്ടത് ഈ പ്രോംപ്റ്റ് ഞാൻ കൊടുത്തിട്ട് അത് വെച്ച് ജനറേറ്റ് ചെയ്ത ആക്ടിവിറ്റിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രോംപ്റ്റ് നമുക്കൊന്ന് സ്വന്തമായിട്ടൊന്ന് കൊടുത്തു നോക്കാം. ആ കൂട്ടത്തിൽ തന്നെ ChatGPTയുടെ ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ChatGPT കൊടുക്കുന്നു. ChatGPT ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. I am teaching perimeter and area volume for the 5th standard students. Please design a classroom activity. ഇത് കൊടുത്തു. ഇത് കൊടുത്തപ്പോൾ ജനറേറ്റ് ചെയ്യുന്നു. ഷേപ്പ് എക്സ്പ്ലോറർ അഡ്വഞ്ചർ. അപ്പോൾ ഇതിലൊരു തമാശയുണ്ട്. നമ്മൾ നേരത്തെ ഉള്ള അതേ ആക്ടിവിറ്റിയിൽ ഇപ്പം വന്നിരിക്കുന്നത്. അതാണ് ChatGPTയുടെ ഒരു പ്രത്യേകത. ChatGPT ഒരു പ്രോബബിലിസ്റ്റിക് ആയിട്ടാണ് കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ചില സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാൻ ചില സമയത്ത് തെറ്റും പറ്റാം. അതുകൊണ്ട് നമുക്ക് മാസ്റ്ററി ഉള്ളൊരു കാര്യത്തിനാണ് ChatGPT ഉപയോഗിക്കേണ്ടത്. ChatGPT നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ ഒരു അതേ ലെവലിൽ നിൽക്കുന്ന പക്ഷെ ഒത്തിരി കാര്യങ്ങൾ അറിയുന്ന ഒരാളായിട്ട് എടുക്കണം. പക്ഷെ അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി ഏകദേശം ഷേപ്പ് എക്സ്പ്ലോറർ അഡ്വഞ്ചർ. സ്റ്റുഡൻറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ ദ കൺസെപ്റ്റ് ഓഫ് പെരിമീറ്റർ ഏരിയ ആൻഡ് വോളിയം ത്രൂ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി. ഗ്രിഡ് പേപ്പർ റോളർ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്മോൾ ബോക്സ് ഓർ കണ്ടെയ്നേഴ്സ്, മറ്റേ ഇത് പറഞ്ഞിട്ടില്ല, നമ്മുടെ ഡൗവും മറ്റേ ക്ലേ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. വോളിയത്തിൻ്റെ എനിക്ക് എപ്പോഴും സംശയം ഉണ്ടായിരുന്നു. ഡിവൈഡ് ദ സ്റ്റുഡൻറ്റ് ഇൻ ടു സ്മോൾ ഗ്രൂപ്പ്സ്, വോളിയത്തിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വിത്ത് സെവറൽ സ്മോൾ ബോക്സസ് ഓർ കണ്ടെയ്നേഴ്സ്, ആസ്ക് ദം ടു യൂസ് ദ ബോക്സ് ടു ബിൽഡ് എ ലാർജർ സ്ട്രക്ചർ. ഇത് കുറച്ചുകൂടെ രസമുണ്ട് വോളിയത്തിൻ്റെ. അപ്പോൾ നമ്മൾ ChatGPTയിൽ ഒരു സാധനം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ശരിയാവണം എന്നില്ല. നമ്മളത് പല ആവർത്തി ജനറേറ്റ് ചെയ്യണം. ഇവിടെ കുറേ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു, കോപ്പി ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ തംസ് ഡൗൺ ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പറയാം. പിന്നെ ഇത് നമുക്ക് റീജനറേറ്റ് ചെയ്യാം. ഒരേ ക്വസ്റ്റിന് പിന്നെയും നമുക്ക് ഇത് ചെയ്യാം. ജോമെട്രി സ്കാവഞ്ചർ ഹണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇതേപോലെ പരീക്ഷണം ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, ChatGPT എപ്പോഴും ഒരേ ഉത്തരമല്ല തരാൻ. പോയിൻ്റ് നമ്പർ 1. പോയിൻ്റ് നമ്പർ 2, അറ്റ് ടൈംസ് ഇറ്റ് മേ ഗിവ് യു റോങ് ആൻസർ ഓൾസോ. എൻ്റെ എക്സ്പീരിയൻസ് 100-1 പ്രാവശ്യമൊക്കെ തെറ്റും. അതിന് പറയുന്നൊരു ടെക്നിക്കൽ നെയിമാണ് ഹാലൂസിനേഷൻ, വട്ടായി പോകുക എന്നുള്ളത്. പിന്നെ ഉള്ള ChatGPTയുള്ളൊരു കാര്യം, നമുക്ക് ഓരോ കാര്യങ്ങളും അപ്പോൾ ഇതിനേക്കാളും നല്ലതാണോ മോശമാണോ എന്നൊക്കെ ഉള്ള പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെയിമാണ്, ഏകദേശം സെയിം എന്ന് കൊടുക്കാം. പിന്നെയുള്ള കാര്യം ഇവിടെ കണ്ട കുറേ സൂത്രങ്ങൾ. ഇത് ന്യൂ ചാറ്റിനുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് സൈഡ് ബാർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പെരിമീറ്റർ ഏരിയ വോളിയം അതിൻ്റെ ടൈറ്റിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ സൈഡ് ബാറിൻ്റെ സൈസ് എത്ര വേണമെന്നുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ പേര് മാറ്റാം. പിന്നെ എന്താണ്, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമ്മൾ ഈ ചാറ്റ് ഉണ്ടല്ലോ, വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ ചാറ്റിൻ്റെ ലിങ്ക് കിട്ടും. ഇപ്പോൾ ക്രിയേറ്റ് ലിങ്ക്, അപ്പോൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ എനിക്ക് ആർക്കെങ്കിലും മെയിൽ ചെയ്ത് കൊടുക്കാം. ഒരു മെയിൽ ബോക്സ് തുറന്നിട്ട് നമുക്ക് മെയിൽ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ ക്ലാസ്സിൽ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാറ്റ് തന്നെ നമുക്ക് അവർക്കായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ലിങ്ക് നമ്മളൊരു ബ്രൗസറിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ChatGPT വേണമെന്നില്ല, ബ്രൗസറിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഞാൻ ഇവിടെ ബ്രൗസറിൽ കോപ്പി ചെയ്ത് ഞാൻ സെൻഡ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ആ ആക്ടിവിറ്റി ഇവിടെ വന്നു. അപ്പം നമ്മൾ പ്രസൻറ്റേഷനിലേക്ക് വീണ്ടും പോകാം. അപ്പോൾ ഇതെന്താ പഠിച്ചത്? വളരെ സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ഇതിലൊന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ പഠിച്ചത് ഡിസൈനിങ്, ഇന്ന് പഠിച്ച കാര്യം ഡിസൈനിങ് ക്ലാസ് റൂം ആക്ടിവിറ്റി വിത്ത് ChatGPT. പെരിമീറ്റർ ഏരിയ വോള്യത്തിന് വേണ്ടി നമ്മളൊരു ആക്ടിവിറ്റി കണ്ടുപിടിച്ചു. അത് നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് പിന്നെ ChatGPTയിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ആക്ടിവിറ്റി ജനറേറ്റ് ചെയ്ത് അത് വേർഡ് ഫയലിൽ വെച്ച് എഡിറ്റ് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ChatGPTയിൽ നിന്ന് തന്നെ നമുക്ക് നേരെ ഷെയർ ചെയ്യാം. ഈ ഒരു ബട്ടണുണ്ട്. ഇത് കണ്ടോ, ഈ ബട്ടൺ വെച്ച് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ പഠിച്ചു, നമുക്ക് കൂടുതൽ സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ബാർ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഒന്നുകൂടെ പ്രസ് ചെയ്ത് സൈഡ് ബാർ ഓപ്പൺ ആവും. പിന്നെ എന്ത് പഠിച്ചു, നമുക്ക് റീജനറേറ്റ് ചെയ്യാം. പിന്നെ ChatGPTക്ക് ഹാലൂസിനേഷൻ ഉണ്ടാകാമെന്നുള്ളത് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ എല്ലാവരും പെരിമീറ്ററും ഇതായിരിക്കില്ല പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ ഇത് കൊടുക്കുക, ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളതിനെ ഫൈൻ ട്യൂൺ ചെയ്യുക, എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മെയിൽ അയയ്ക്കുക. ഐ വിൽ ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ടു യു. താങ്ക് യു.